ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം ലീവ് കിട്ടിയൊരു ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ജർമ്മനിയിലുള്ളവർക്കാണെങ്കിൽ അറിയാം, നമുക്ക് ലാസ്റ്റ് 1 വീക്കായിട്ട് ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആയിട്ട് ഇതുവരെ വന്നിട്ടില്ലാത്ത പോലത്തെ ഹൈ ടെമ്പറേച്ചർ, അതായത് ഭയങ്കര ചൂടും ഹീറ്റ് വേവും ഒക്കെ കാണിച്ചിരുന്നൊരു സമയമായിരുന്നു. നമുക്കൊരു 40 ഡിഗ്രി വരെയൊക്കെ ഞാൻ താമസിച്ച സ്ഥലത്ത് ടെമ്പറേച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഇന്നിപ്പോൾ മൺഡേ തൊട്ട് ടെമ്പറേച്ചർ വീണ്ടും ഒന്ന് പതിയെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോവുക, കുറച്ച് ഷോപ്പിംഗ് ചെയ്യുക, അതിന് കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയുള്ള എൻ്റെ ഐലാഷ് ഉണ്ടോയെന്ന് എനിക്ക് ഐലാഷസ് ഉണ്ട്, അത് നല്ലോണം മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പം ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ഒരൊറ്റ ഐലാഷ് പോലും ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ലെറ്റ്സ് ഫിക്സ് ദിസ്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാവോ, കുട്ടിക്കത്തെ സൺലൈറ്റാണ് പുറത്ത്. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് റൊളാഡർ ബുക്ക് ചെയ്തതിനെയാണ് ഇത്രയും വെട്ടം. സോറി ഗൈസ്, എനിക്ക് ഇതിൽ കൂടുതൽ ഇത് പൊക്കാൻ പറ്റില്ല, കാരണം റൂമിനകത്തേക്ക് ഭയങ്കരമായിട്ട് വെട്ടം അടിച്ച് കയറും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ക്ലസ്റ്റർ ഐലാഷസിൻ്റെ ഒരു പാക്കേജ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ അതേ ബോണ്ടിങ് ആൻഡ് സീൽ, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനുള്ള സാധനം, പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലക്കർ പോലത്തെ ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് വാങ്ങിച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കില്ല. സോ ലെറ്റ്സ് ട്രൈ ദിസ്. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള ലാഷസിലേക്കാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഈ ബോണ്ടിങ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കണ്ടത്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ഒരു തവണ ലാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരുപാട് ഹെവി ലാഷസ് ഇഷ്ടമല്ല, നോർമൽ ലാഷസ് ആയിട്ട് തോന്നുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ സാലൂണിൽ പോയിട്ട് അന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചതും നോർമലാണ്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അവരെനിക്ക് അത്യാവശ്യം ഭയങ്കര ഹെവി ആയിട്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ലാഷസ് ആണെന്നുള്ളത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. നമുക്ക് കണ്ണിൻ്റെ ഇങ്ങോട്ടേക്കൊന്നും നമുക്ക് ഇവിടുത്തെ അതായത് മേക്കപ്പ് റിമൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അത് ഡേ ബൈ ഡേ ഈ ലാഷസ് പോകുമ്പോഴത്തേക്കും പിന്നെ അവസാനം 1 എണ്ണം 2 എണ്ണം 3 എണ്ണമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ റിമെയിൻ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. പിന്നെ ഞാൻ ഇതേ വരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്തോ എനിക്കിപ്പം ഒന്നുകൂടെ ചെയ്യണം എന്ന് തോന്നി. പക്ഷെ അത് സലൂണിൽ പോയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് എനിക്കില്ല. സെൽഫായിട്ടൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വേറൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ പറയുന്നത്. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. എനിവേ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്ന ദിവസമല്ല, ഇത് തലേ ദിവസം ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഐലാഷ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ബോണ്ടിങ് എൻ്റെ ലാഷസിൽ വെച്ച് നോക്കണം. ഞാൻ ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ റീൽസ് കണ്ട്, അപ്പോൾ പല പ്രൊഡക്ട്സിൻ്റെ കൂടെയും പലതരത്തിലുള്ള സെറ്റിംഗ് ഇതുപോലത്തെ എന്താ പറയുക സൊല്യൂഷനാണ് വരുന്നത്. അപ്പം ഒരു വീഡിയോയ്ക്ക് അത് കണ്ടപ്പോഴാണ് ഇതുപോലെ ബോണ്ടിങ് നമ്മൾ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ലാഷസ് വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നതെന്ന് കണ്ടത്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ, വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് അങ്ങനെ കണ്ണിൽ ഇതിങ്ങനെ തേച്ചിട്ട് അങ്ങനെ ബേണിംഗ് സെൻസേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ലാഷസ് എൻ്റെ കണ്ണിനകത്ത് കുത്തും. അങ്ങനെയാണ് എനിക്ക് കണ്ണിലിങ്ങനെ വെള്ളം വരുന്നത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലസ്റ്റർ ബോക്സിനകത്ത് പല ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള, അതായത് 10, 20, 30, 40 അങ്ങനെ, അതായത് ഓരോ തിക്നെസ് അനുസരിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് 10 ചെയ്യാം. 10 ആണ് ഏറ്റവും ചെറിയ ലെങ്ത് കുറഞ്ഞതും തിക്നെസ് കുറഞ്ഞതുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന്. പക്ഷേ ഇൻസ്റ്റഗ്രാം വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ ഏറ്റവും നമ്മുടെ കണ്ണിൻ്റെ എൻഡില്ലേ അവിടെ കുറച്ചധികം ലെങ്ത്ത് കൂടിയത് ഒരു 30 എടുക്കുക. പിന്നെ നമ്മൾ ലെങ്ത്ത് കുറഞ്ഞ് 30, 30, 20, 10 അങ്ങനെയുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. എനിക്കറിയില്ല ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന്. പക്ഷെ ഞാൻ എത്ര ഇത് ഒട്ടിക്കാൻ നോക്കിയിട്ടും എന്ത് ചെയ്താൽ ഇത് ഈ ലാഷസ് എൻ്റെ കണ്ണിലേക്ക് ഒട്ടുന്നില്ല. ഞാൻ കുറേ ബോണ്ടിങ് ക്രീമും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഈ സാധനം ആ പിൻസെറ്റെ തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഞാൻ 2-3 പ്രാവശ്യം ബോണ്ടിങ് അപ്ലൈ ചെയ്തു, സീൽ അപ്ലൈ ചെയ്തു, എന്ത് ചെയ്തിട്ട് ഒരു രക്ഷയില്ല. സാധനം എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ ഈ മിറർ വെച്ചിട്ടാണ് നമ്മുടെ കൈ ഫ്രീ ആയിരിക്കുക, എന്നിട്ട് നമ്മൾ ആ ഐലാഷസിലേക്ക് കണ്ണിങ്ങനെ മുകളിലേക്ക് നല്ലോണം വിടർത്തി വെക്കുക, എന്നിട്ട് ലാഷസ് ഒട്ടിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവം വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്ത് ഇറക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് ഏകദേശം ട്രിക്ക് മനസ്സിലായി. 2 എണ്ണം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ, അതായത് ആ സീൽ ചെയ്തിട്ട് അത് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മുടെ ഒറിജിനൽ ഐലാഷുമായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടും ഞാൻ ഒട്ടിച്ചത് തന്നെ വീണ്ടും നമ്മൾ അടുത്തത് ഒട്ടിക്കുമ്പോഴത്തേക്കും പറഞ്ഞിങ്ങനെ വരും. എനിക്ക് തോന്നുന്നു ഈ ലാഷസ് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല. ഞാൻ ഇൻസ്റ്റഗ്രാം റീലിനകത്ത് വൂഷർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലാഷസ് കണ്ടു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം വൂഷറിൻ്റെ, അതൊരു ബ്രാൻഡാണ് വൂഷർ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരെണ്ണം ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ 1 സൈഡ് ചെയ്തു. എൻ്റെ ദൈവമേ, നല്ല ടാസ്ക് ആട്ടോ. അത്യാവശ്യം നല്ലോണം സമയം എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എനിക്ക് ഒത്തിരി നാച്ചുറലായിട്ട് എനിക്ക് തോന്നണം. ഇത് മതി. ഓക്കെ,
അപ്പോൾ ഈ സൈഡിലൂടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ 2 ഐസും ചെയ്തു. നല്ലോണം സമയമെടുക്കും. ചെയ്തു തുടങ്ങിയപ്പോഴായിരുന്നു ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഈ കണ്ണിനെയാണ് എനിക്ക് കുറച്ചുകൂടി ഭയങ്കര പെർഫെക്റ്റഡ് ആയിട്ട് തോന്നിയത്. കാരണം ഇത് കുറേ ടൈം എടുത്തു, ഇതിനേക്കാളും ടൈം എടുത്തു. പക്ഷേ എൻഡ് റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നുന്നില്ലേ? ഇനി ഇത് എത്ര ദിവസം ലാസ്റ്റ് ചെയ്യും എന്നെനിക്കറിയില്ല. ഞാനത് സീൽ ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു സീലിംഗ് ജെല്ലുണ്ടായിരുന്നു, അത് വെച്ച്. ഇനി ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു റിമൂവർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇത് വന്നിട്ടൊരു ഡെനിമിൻ്റെ വെസ്റ്റ് സെറ്റാണ്, പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു ഡെനിം ഷോർട്സ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ചെറിയ ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു ലിപ് ഗ്ലോസും ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഫേവറേറ്റ് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ ഗ്ലോയിങ് ജെൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലിപ് ഗ്ലോസുമാണ് കേട്ടോ. ഇതെൻ്റെ ഒരു കറൻറ്റ് കോംബോ ആണ്. ഇത് വന്നിട്ട് ഫെൻറ്റി ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസിൽ ഗ്ലാസ് ബോംബ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇത് ഭയങ്കര നമ്മുടെ ലിപ്സിനെ നല്ലോണം മോയ്സ്റ്റ് ചെയ്യും. അതായത് ലിപ്സ് ഇങ്ങനെ നല്ല പ്ലംബി ആയിട്ടിരിക്കും. ഈ ഫെൻറ്റി ബ്യൂട്ടിയുടെ 3 ലിപ് ഗ്ലോസിൻ്റെ ഒരു കോംബോ സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇതുണ്ടല്ലോ, എനിക്ക് ഞാൻ വാങ്ങിച്ച ബാഗ് കളക്ഷനിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത, ഇടുമ്പോൾ ഒരു കംഫർട്ട് ഇല്ലാത്ത, കാരണം അതിനകത്തൊട്ടും സ്പേസ് ഇല്ലാത്തൊരു ബാഗാണ്. അത്യാവശ്യം കുറച്ച് ക്യാഷ് മുടക്കി ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇന്ന് ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എനിക്ക് ഈ ബാഗ് നല്ലോണം പോകുമെന്ന് തോന്നി. ഞാൻ പുറത്ത് പോകുമ്പോൾ യൂഷ്വലി എടുക്കാറുണ്ടല്ലോ, എപ്പോഴും ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക്, പിന്നെ ചെറിയ 2 മിനി പെർഫ്യൂംസ് കാണും, പിന്നെ വാലറ്റ് കാണും, പിന്നെ വീടിൻ്റെ കീ, അതുപോലെ തന്നെ ഫോണ്. ഇത് ഇത്ര ആയിരിക്കും എൻ്റെ ബാഗിൽ യൂഷ്വലി ഉണ്ടാവാറ്. പിന്നെ അല്ലെങ്കിൽ ഒരു ഹാങ്കർ ഷീഫ്, അങ്ങനെയല്ല വെറ്റ് ടിഷ്യൂ, അങ്ങനെ എന്തെങ്കിലും കാണും. ഇനി ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാഗ് നല്ലോണം മാച്ച് ഇല്ല. പിന്നെ കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ക്യാൻവാസ് ഷൂസും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് പൊതുവേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം വലിയ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. കാരണം അതിനകത്താണ് എൻ്റെ ക്യാമറ ഇടാം, ട്രൈപോഡ് ഇടാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടാം. പക്ഷേ എനിവേ നമുക്ക് ഇന്ന് ഇതിലങ്ങ് ഒതുക്കാം. ആദ്യം തന്നെ നെയിൽസ് ചെയ്യാനായിട്ട് പോകും. കാരണം ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ടെർമിനൊന്നും എടുത്തിട്ടില്ല. ടെർമിന ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഒരു നെയിൽ സ്റ്റുഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം. എന്നിട്ട് കാരണം അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവാം. ഇന്നിവിടെ 28 ഡിഗ്രിയാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് വലിയ മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഹ്യൂമിഡിറ്റിയും മറ്റേ ചൂട് കാറ്റില്ലേ, അത് മാറിയിട്ട് ഇപ്പം വീശുമ്പോൾ ഒരു തണുത്ത കാറ്റുണ്ട്. പക്ഷേ സ്വെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല പോലെ. അതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നെയിൽ സ്റ്റുഡിയോയിലേക്ക് പോകാം. ഞാനിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സായിട്ട് എൻ്റെ നെയിൽസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ഇവിടെ 2-3 നെയിൽ സ്റ്റുഡിയോ ഉണ്ട്. ഞാനപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കണ്ട. ഹോളിവുഡ് നെയിൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു നെയിൽ സ്റ്റുഡിയോ ആണ്. ഇത് അത്യാവശ്യം വലുതാണ്, അവർക്ക് ആവശ്യത്തിനധികം സ്റ്റാഫാണ്. നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ ഏകദേശം എനിക്കൊന്ന് 1-2 വർഷമാണെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് നെയിൽസ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്ക് കയ്യിലധികം ചെയ്യാൻ പറ്റില്ല. കയ്യിൽ ഞാൻ വെക്കേഷൻസ് വരുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ അത്ര കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫൊക്കെ കയ്യിലിങ്ങനെ പല പല തരത്തിലുള്ള നെയിൽസൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈജീൻ, അതായത് ഹ്യൂഗീനയിൽ നിന്ന് അത് ഭയങ്കര മസ്റ്റാക്കി നമുക്ക് കയ്യിൽ നെയിൽസ് പറ്റില്ല എന്നുള്ളത്. പക്ഷേ എന്ത് ചെയ്യും, കാലിൽ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഇവിടെ നെയിൽ സ്റ്റുഡിയോയ്ക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഒരുപാട് യൂറോപ്യൻസ് ഇതെല്ലാം നെയിൽസ് അവരിങ്ങനെ അവരുടെ ബ്യൂട്ടിയൊക്കെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണല്ലോ. അപ്പം നെയിൽ സ്റ്റുഡിയോയ്ക്കൊന്നും ഇവിടെ ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ ചിലയിടത്തൊക്കെ അപ്പോയിൻമെൻറ്റ് വേണം, ചിലയിടത്ത് അപ്പോയിൻമെൻറ്റ് വേണ്ട. അങ്ങനെയാണ്. ഞാൻ പൊതുവേ അപ്പോയിൻമെൻറ്റ് അങ്ങനെ എടുക്കാറില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെന്നപ്പം ഒരു ഹാഫ് അവർ ഡിലേ ഉണ്ട്. അപ്പോൾ ആ ഹാഫ് അവർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയി സാധനങ്ങൾ വാങ്ങാം, വെറുതെ ഡിലേ ആക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ കാലിൽ ചെയ്യുന്നത്, ഞാൻ കാലിൽ നോർമലി ഫ്രഞ്ച് നെയിൽസാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ കളേർഡ് ക്രോം നെയിൽസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തത് ഒരു ഇടിവെട്ട് റോസ് കളറാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് വന്നിട്ട് ഷെലാക്കായിരുന്നു. എനിക്ക് ഷെലാക്ക് എന്താണെന്ന് ആ ടൈമിൽ അറിയില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ് ഷെലാക്ക്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഫുള്ള് ആക്രിലിക്കാണ് ചെയ്തത്. എൻ്റെ കാലിൽ ഒരു 2 മന്ത്സൊക്കെ ആക്രിലിക്ക് ചെയ്താൽ നിന്നോളും. 2 മന്ത്സ് കൂടുമ്പോൾ ആണ് ഞാനങ്ങനെ ചെയ്യാറ്. പിന്നെ പ്രൈസ് വന്നിട്ട് €45, €50. അതിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. അവർ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയും. അങ്ങനെ ഇവിടെ ഒരു പുതിയ കനാബിസ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ വീഡ്സ്, അതുപോലെ കനാബിസിൻ്റെ ഒക്കെ ഒരു പുതിയ, എനിക്ക് സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ DMലോ ഇല്ലെങ്കിൽ മ്യുള്ളറിലോ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ എനിക്കിനിയിപ്പോൾ ഒരു 2 ഡേയ്സ് കൂടെ ലീവുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം.
പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ നെക്സ്റ്റ് ലീവ് വരുന്നത് എന്നാ. ഓ, ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജൂലൈയിലെ ഡ്യൂട്ടി പ്ലാൻ നോക്കിയ പോലും ഇല്ല. ശരിക്കും ജൂലൈയിൽ എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാന്ന് പോലും എനിക്കറിയില്ല. ഇന്ന് ചെന്നിട്ട് വേണം ഡ്യൂട്ടി നോക്കാനായിട്ട്. ശരിക്കും DM-ൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ മ്യുള്ളറിലാണ് കയറിയത്. ഇതാണ് ക്യാമറയെ പിടിച്ച് സംസാരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, എനിക്കൊരു ബോധവും കാണില്ല. പക്ഷേ മ്യുള്ളറിൽ വന്നു ഇവിടെ കുറേ പ്രൊഡക്ട്സുകൾ വന്നിട്ടുണ്ട്. ഇത് ആനുവയുടെ ഷെത്ത് മാസ്ക് ആണ് കേട്ടോ. അതുപോലെ വിറ്റാമിൻ ഇ, അതുപോലെ നിയാസിനമൈഡ്, അങ്ങനെ കുറേ പുതിയത് വന്നതാണ്. ഇതിൻ്റെ തന്നെ നിയാസിനമൈഡ് സിറം ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടാണല്ലോ, ഭയങ്കര എഫക്റ്റീവ് ആണെന്ന്. ഞാൻ ഏതായാലും 2 ഷെത്ത് മാസ്ക് എടുത്തു, ഒരു അവക്കാഡോയുടെ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ബോഡി ഓയിലാണിത്. ഇതിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചു. കാരണം ബോഡി നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ, ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ സ്ട്രോബെറി ലെഗ്സ് പോലെ വരുമല്ലോ. അപ്പം ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കത് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ചൂട് കൂടുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്നതായിരിക്കും ഇതുപോലെ ഈച്ചയുടെ ശല്യം, പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ് ഒക്കെ ഉള്ളിടത്ത്. അപ്പം ഈ ഒരു സ്പ്രേ അതിന് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. പിന്നെ എനിക്കൊരു ഹെയർ മാസ്ക് വാങ്ങണമായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് റോസ്മേരി ഷാമ്പു ആണ്. ഇനി ഞാൻ നാട്ടിൽ പോകാൻ നേരം വാങ്ങിച്ചിരുന്നു. അപ്പം വീട്ടുകാരത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഇടയ്ക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഒരു ഏരിയയിൽ കുറച്ച് ആയുർവേദിക് പ്രൊഡക്ട്സുകളാണ് ഇരിക്കുന്നത്. കുറച്ച് ഇങ്ങനത്തെ ജിഞ്ചറിൻ്റെ ഫ്ലേവർ വരുന്നതും അങ്ങനെ. അപ്പം ഞാനൊരു ദൂഷ്യലി നോക്കി ഏതാണ് നല്ലതെന്നുള്ള ബോഡി വാഷ് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. പെയ്യട്ടെ. പക്ഷെ എന്താണെന്ന് ഞാൻ കുട എടുത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഷോപ്പിൽ കയറാം. എനിക്കുണ്ടല്ലോ നല്ല ദാഹം, നല്ല തണുത്ത എന്തെങ്കിലുമല്ല ബബിൾ ടീ കുടിക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബബിൾ ടീ. അതും അതിൻ്റെ ലാറ്റെ മാറ്റെ ആ ഫ്ലേവറാണ്, ക്യാരമൽ ലാറ്റെ മാറ്റെ. വേറെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ലാറ്റെ മാറ്റെ എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഏഷ്യൻ ഷോപ്പിൽ ബബിൾ ടീ കിട്ടും. അത് പോയി വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ½ ആൻ അവർ ആയിട്ടുണ്ട്. നമുക്ക് സലൂണിൽ പോവാം. അവിടെ പോയി ഇതും കുടിച്ച് സുഖമായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും മഴയും പെയ്യുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പ്ലാൻ, ഒരു നോർമൽ ഷൂസ് അല്ലാത്ത നോർമൽ സാൻഡൽസ് ഇല്ലേ, ബെർക്കൻ സ്റ്റോക്കിൻ്റെ ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, കാരണം നല്ല ചൂടുള്ള സമയത്ത് നോർമൽ ചെപ്പൽസ് ഇട്ടിട്ട് പോകാനായിരിക്കും സുഖം. അപ്പം നമുക്കൊരു ബെർക്കൻ സ്റ്റോക്കിൻ്റെ ഒരു സാൻഡൽസ് കൂടെ വാങ്ങണം. ഞാനപ്പം പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അകത്ത് ഭയങ്കര ചൂട്, ഷോപ്പിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബബിൾ ടീയും കുടിച്ചിട്ട് നമുക്ക് സലൂണിലേക്ക് പോകാം, നെയിൽ സ്റ്റുഡിയോയിലേക്ക് പോകാം. കാരണം 1/2 മണിക്കൂറായിട്ടുണ്ടല്ലോ. ആ ഷോപ്പിലാണെങ്കിൽ 4-5 സ്റ്റാഫുണ്ട്, പക്ഷേ എല്ലാ ടേബിളും ബുക്ക്ഡാണ്. ഈ വിയറ്റ്നാമീസാണ് ഇവിടെ നെയിൽ സ്റ്റുഡിയോസ് ചെയ്യുന്നത്. കൂടുതലും നെയിൽ സ്റ്റുഡിയോസിൽ ഉള്ളത്. അവർക്കാണെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അവർക്ക് ജർമ്മൻ ഒന്നും മനസ്സിലാവില്ല. ആകെപ്പാടെ ലാങ് കുഴ്സ് ഇല്ലെങ്കിൽ ഫാർബ്, മിഡ് ഫാർബ്, അല്ല ഓന ഫാർബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വേറെ ഒന്നും അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെയാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകാനായിട്ട്. ഇപ്പം എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ആവണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മൂഡനുസരിച്ചൊക്കെ ഞാൻ പുറത്ത് പോവുള്ളൂ. നല്ല മൂഡൊക്കെയാണ് എങ്കിൽ ഞാൻ ഒരു ഹോൾ ഡേ ഞാനിങ്ങനെ പുറത്ത് പോയി സ്പെൻഡ് ചെയ്യും. ആൻഡ് ഐ ലവ് ദാറ്റ്. എനിക്ക് എൻ്റെ ഈ മീ ടൈം അല്ലെങ്കിൽ സെൽഫായിട്ട് ഒരു എന്താ പറയുക, തന്നെ പോയി ഷോപ്പ് ചെയ്യുക, അങ്ങനെ എൻ്റെ മീ ടൈം അല്ലെങ്കിൽ ഞാൻ തന്നെയുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ഐ ലവ് ദാറ്റ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നല്ലോണം ഗെറ്റ് റെഡിയൊക്കെ ചെയ്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടല്ലോ, എനിക്ക് എൻ്റെ സമയം പോകുന്നത് പോലും അറിയില്ല. ആൻഡ് ഐ എം റിയലി എൻജോയിങ് ദാറ്റ്. ഇത് ലാറ്റെ മാറ്റെ അല്ല കേട്ടോ, ക്യാരമൽ ബ്രൗൺ ഷുഗറാണ്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയില്ല ഗൈസ്, എന്നെപ്പോലെ ഈ ബബിൾ ടീ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രെയിറ്റ് നെയിൽ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ചെറിയതായിട്ട് കാലൊന്ന് പെഡിക്യൂറൊക്കെ ചെയ്യും. ജസ്റ്റ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും. ഒരു ചെറിയ മസാജൊക്കെ, വലിയ കാര്യമായിട്ടെന്നല്ല, ഒരു ചെറിയ മസാജൊക്കെ. പക്ഷേ ഞാൻ ഓരോ തവണ വരുമ്പോഴും ഉണ്ടല്ലോ, സർവീസ് ഓരോ തരം ഡിഫറെൻ്റ് ആണ്. കാരണം പല ആൾക്കാരായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ വന്നതൊരു ചെറിയ കുട്ടിയാട്ടോ, അത് ആൾ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ കാലൊക്കെ മസാജ് ചെയ്യുമ്പം നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ബലം തോന്നില്ല. പിന്നെ എനിക്ക് ഇതുപോലെ അതായത് ഇരിക്കുന്ന സ്റ്റൂളിൽ മസാജിങ് സിസ്റ്റം ഒക്കെ ഓൺ ചെയ്തിരിക്കും. കുറച്ച് നല്ല റിലാക്സിങ് ആണ്. അതിനുശേഷം ഈ കുട്ടി എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കാലിൻ്റെ മറ്റേ പഴയ നെയിൽസൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞൊന്ന് ഫയലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥിരമായിട്ട് ചെയ്തു തരുന്ന ഒരു ചെറുക്കനാണിത്. വിയറ്റ്നാമിയാണ്.
ഇവിടെ നമ്മുടെ ഈ ഏരിയയിലുണ്ടല്ലോ, ഇവിടെ നല്ല എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക നെയിൽ സ്റ്റുഡിയോസും ഈ വിയറ്റ്നാമീസ് ആണ് ചെയ്യുന്നത്. കാരണം അവർ നല്ല പ്രൊഫഷണൽ ആണ് ഈ കാര്യത്തിൽ. പക്ഷേ ലാംഗ്വേജ് ആണ് പ്രശ്നം. പറയുന്നൊന്നും മനസ്സിലാവില്ല. എന്താണ് ഇവർ ചെയ്യുന്നത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിൽ ചെയ്ത സമയത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കാണിച്ച പിക്ചർ അക്രിലിക്കാണ്, അവരെനിക്ക് ചെയ്ത് വന്നപ്പം ഷെലാക്കാണ് ചെയ്തത്. എന്നിട്ട് നമ്മളിത് ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ ഭയങ്കര റൂഡാവുകയാണ് ചെയ്തത്. അതേ പിന്നെ ഞാൻ ആ സലൂണിൽ പോയിട്ടില്ല. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഇവരുടെ അടുത്താണ് ചെയ്യുന്നത്. ഇവിടെ റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഈ തവണ ഞാൻ ചെയ്തിരിക്കുന്ന ഫ്രഞ്ച് നെയിൽസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രഞ്ച് നെയിൽസ് കയ്യിൽ ചെയ്യാനായിട്ട്. അത് ഞാൻ ചില സമയത്ത് ക്രോം ചെയ്യും, ഇല്ലെങ്കിൽ മിൽക്കി ചെയ്യും. 6:30 ആയിട്ടുണ്ട്. ഞാൻ 4 മണി തൊട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. സമയം 6:30. നോട്ട് ദ ടൈം. ഞാൻ മടുത്തു. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും ചൂടെടുക്കുന്നു. അതിനകത്ത് ഇരുന്നിട്ട് അവർ കാര്യം AC ഒക്കെ ഓണാക്കിയിട്ടും ഭയങ്കര ചൂടെടുക്കുന്നു. എന്താ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ മടുത്തു. പക്ഷെ നമുക്ക് എന്തായാലും ഒരു ചെരുപ്പ് കൂടെ വാങ്ങാനായിട്ട് പോകാം. അതിന് മുന്നേ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും മറക്കും എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം എൻ്റെ കയ്യിലൊരു കൂടില്ലായിരുന്നോ, അത് ഞാൻ ആ ഷോപ്പിൽ വെച്ച് മറന്നുപോയി. അതാണ് ഞാൻ എവിടെയെങ്കിലും നിന്നപ്പോൾ ഓർത്തത് നന്നായി. ഇതെനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. നോർമലി ഞാൻ ചെയ്യാറ് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ക്യാഷ് കൊടുക്കും. ക്യാഷ് കൊടുത്തിട്ട് ഞാൻ ആ സാധനം എടുക്കാതെ ഇങ്ങ് പോരും. അതാണ് നോർമലി നടക്കാറ്. ഒരു പ്രാവശ്യം ഇതുപോലെ സാധനം വാങ്ങിയിട്ട് എൻ്റെ കയ്യിലൊരു ചെറിയ കൂടുണ്ടായിരുന്നു, ചെറിയൊരു കവറ്. ഞാൻ എന്നിട്ട് വേറൊരു ഷോപ്പിൽ കയറി സാധനം വാങ്ങാനായിട്ട്. ആ ഷോപ്പിൽ കയറിയപ്പം എൻ്റെ കയ്യിലിരുന്ന കവർ കാണുന്നില്ല. ഞാനിത് ഫുള്ള് തപ്പിയത് എവിടെ പോയെന്ന് ഓർത്തുണ്ട്. എന്നിട്ട് ഞാൻ ആ ഷോപ്പ് എന്നിട്ട് DM കയറിയത്. DM 7:30 ആകുമ്പോൾ അടയ്ക്കും. 7:30 8 മണി എനിക്കറിയില്ല കറക്റ്റായിട്ട്. ക്ലോസിങ് ടൈമാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് കയറി സാധനം വാങ്ങാനുള്ള ടൈമേ ഉള്ളൂ. ഞാൻ ഈ ടൈമിൽ എൻ്റെ കൂട് കാണുന്നില്ല. ഞാൻ എന്നിട്ട് ഈ കവർ നോക്കിക്കൊണ്ട്, കാരണം അതിനകത്ത് ഞാൻ അത്യാവശ്യം കുറച്ച് ക്രീം, ക്ലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തിരിച്ച് നടന്നു ഞാൻ പോയ റോഡൊക്കെ. അങ്ങനെ നടന്ന് ഞാൻ നോക്കുമ്പോൾ ഞാനത് റോഡിൽ ഒരു എന്താ പറയുക, എന്തോ ഇങ്ങനെ ഒരു റോഡിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത്, അങ്ങനെ ഒരു റോഡിൻ്റെ വർക്ക് നടക്കുന്ന അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഈ കവർ ഇരിക്കുന്നു. ഇനി ഞാൻ റോഡിൽ വെച്ചിട്ട് ആരെങ്കിലും ആ കവറെടുത്ത് മുകളിൽ വെച്ചതാണോ അതോ ഞാൻ തന്നെ അവിടെ വെച്ചതാണോ എനിക്കൊരോർമ്മയില്ല. അത്രയും ചില കാര്യങ്ങളിൽ ചില സമയത്ത് ഞാൻ ടോട്ടൽ മൈൻഡ് ഔട്ടായി പോകാറുണ്ട്. അയ്യോ അതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ പോകണമെന്നാണ് പറഞ്ഞ്. യെസ്, 6:30 ആയിട്ടുണ്ട്. 7 ആകുമ്പോൾ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് പോയിട്ട് നോക്കാം. കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അതോടുകൂടി ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കും. കാരണം ടയേർഡായി. ഇത്ര സമയം എനിക്ക് ഒരിടത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതൊന്നും നടക്കില്ല. കുഴപ്പമില്ല, എന്തായാലും ആദ്യമേ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയത് നന്നായി. നമ്മളിതാ ഇതുപോലത്തെ ഒരു സ്റ്റോക്കിങ്സ് ഫസ്റ്റ് കാലിലിടണം, എന്നിട്ടാണ് ഷൂ ട്രൈ ചെയ്യേണ്ടത്. കാരണം പലരും ട്രൈ ചെയ്യുന്നതല്ലേ. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ. ഷൂസ്, സാൻഡൽ വിയേഴ്സൊക്കെ, ഫുഡ് വിയേഴ്സൊക്കെ ഇടുമ്പോൾ ഇതുപോലത്തെ ഇതൊരു സിംഗിൾ യൂസാണ് സ്റ്റോക്കിങ്സ് ഇടുക. പിന്നെ ഈ ഒരു മോഡലും ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിന് പിങ്ക് ഉണ്ട്, പക്ഷേ ഈ ഒരു ബ്ലൂവും ഈ ഒരു യെല്ലോ, ഇത് രണ്ടുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ ബെൽറ്റ് വരുന്നത് എൻ്റെ കാലിന് തീരെ സ്യൂട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഉപയോഗിച്ച സ്റ്റോൺസ് ഇവിടെ കളയാം. ഇതാണ് ഞാൻ വിത്ത് മൈ സിംഗിൾ. ഞാനപ്പോൾ അത് രണ്ടും എടുത്തു. ആ രണ്ടും സെയിം മോഡൽ തന്നെയാണ്, ബട്ട് പല ഡിഫറെൻറ്റ് കളർ. പക്ഷേ എനിക്ക് നേരത്തെ ഇതേ മോഡലൊരു ചെരുപ്പുണ്ടായിരുന്നു, അതായത് ബിർക്കൻ സ്റ്റോക്കിൻ്റെ അല്ല, നോർമൽ സാൻഡൽസ്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് 2 ബെൽറ്റ് ചേരില്ലാത്തതുപോലെ. ഓക്കെ, എനിവേ നമുക്കതെടുക്കാം. ഒരു ചെരുപ്പ് എടുക്കാൻ വന്നാൽ ഞാനിപ്പോൾ 2 ചെരുപ്പാണ് എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ കാലിന് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മളത് നോക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഈ കാലിൻ്റെ ഹീലിന് നല്ല പെയിനാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിന്ന് നമ്മൾ കൂടുതൽ സമയം നിന്നല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് നേരത്തേക്ക് കാല് നിലത്ത് കുത്താൻ ഭയങ്കര പെയിനാണ്. പക്ഷേ സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇടുന്ന ക്രോക്സിൻ്റെ ഓപ്പൺ ഷൂസാണ്, അതായത് നമ്മുടെ നോർമൽ ക്രോക്സിൽ. അപ്പോൾ അത് കുറച്ച് ഹീലുള്ളതാണ്.
നേരത്തെ ഞാൻ ക്ലോസ്ഡ് ഷൂസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കുറേ നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ കാലിൻ്റെ ഹീലിന് നല്ല പെയിൻ. അങ്ങനെ ഞാൻ ഈ ക്രോക്സിലേക്ക് മാറിയത്. പക്ഷേ ക്രോക്സ് ഇട്ട് കഴിഞ്ഞപ്പോഴായാലും ഈ ക്രോക്സിൻ്റെ ഹീല് കാരണം എനിക്ക് പെയിൻ ഉണ്ട്. അപ്പം ഈ പെയിൻ എനിക്ക് കൂടുതൽ വരുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ നോർമൽ ഫ്ലാറ്റ്സ് ഇടുമ്പോഴോ ഒക്കെ എനിക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത് ഇത് കൂട്ട് ഇട്ട് നോക്കാം എന്ന്. ചൂട് ഇവിടെ നിന്ന് ഒരു ഷോപ്പിൽ AC വെക്കത്തില്ല എന്നുള്ളതാണ് കാര്യം. എനിക്കറിയില്ല ഒരു ലാഭിക്കാനാണോ ഇതൊക്കെ ഈ ഒരു ടെമ്പറേച്ചറായിട്ട് AC ഉണ്ട്, പക്ഷേ ഇത് ഓണല്ലെന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ എന്താ ചൂട്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അമ്മ ഞാൻ മടുത്തൊരു പരിവായി. മടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് എൻ്റെ ദേഹം ബോഡി ഫുള്ളിങ്ങനെ ഒട്ടുകയാണ് ചൂടായിട്ട്. ഒരു ഇച്ചിരി കാറ്റ് വീശുകയായിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും ഇതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹൈ ആണെന്നാണ് കാണിക്കുന്നത്. എൻ്റെ അമ്മോ. അപ്പോൾ ഞാൻ ഓടി വീടിനകത്ത് കയറട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനത്തെ വ്ളോഗുകളാണ് വേണ്ടത്. അതുപോലത്തെ ഞാൻ എൻ്റെ ഡ്യൂട്ടി വ്ളോഗുകൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇനി എനിക്ക് നാട്ടിൽ പോയി എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുകയുള്ളൂ. ഇനി വീട്ടിൽ ചെന്നിട്ട് നല്ലോണം ഫ്രഷ് ആവുക, നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വ്ളോഗ് വരെ ബൈ ബൈ, ടേക്ക് കെയർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ.